ദൈവമക്കളെ, നമ്മൾ നിത്യതയെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കണം. ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ച് മരിക്കുമ്പോൾ മരണം ഒന്നിൻ്റെ അവസാനമല്ല, മരണം മറ്റൊരു പുതിയ ജീവിതത്തിൻ്റെ ഒരു തുടക്കമാണ്. നമ്മുടെ നിത്യത നമ്മൾ ഉറപ്പിച്ചു കൊള്ളണം. ഈ വാക്ക് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, നിത്യത നിത്യത എന്ന് പറയുന്നത്. യഥാർത്ഥമായിട്ട് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ പോകാൻ 2 സ്ഥലങ്ങളുണ്ട്, ഒന്നുകിൽ നരകം ഇല്ലെങ്കിൽ സ്വർഗം. രണ്ടും നിത്യമാണ്, അതിനൊരു മാറ്റമില്ല. അത് കോടാനുകോടി യുഗായുഗങ്ങൾ ഉള്ള ഒരു വാസമാണ് അവിടെ. അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതം ഈ ഭൂമിയിൽ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ നിത്യത എവിടെയാണെന്ന് തീരുമാനിക്കാനുള്ളതാണ്. ചില ആൾക്കാർ പറയാറുണ്ട്, ഞങ്ങൾ മരിക്കുന്ന സമയമാകുമ്പോൾ, മരിക്കാറാകുമ്പോൾ ആ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം, ദൈവം എല്ലാ പാപങ്ങളും ദൈവം ക്ഷമിക്കും എന്നൊരു ധാരണ ചിലർക്കുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലല്ല. എത്രയോ ചെറുപ്പക്കാർ പോലും ഓരോ ദിവസവും മരിച്ചു പോകുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളും നമ്മുടെ ജീവിതവും നമ്മുടെ നിയന്ത്രണത്തിലല്ല. ഈ ഭൂമിയിൽ മാക്സിമം നമുക്കൊരു 70, 80 അല്ലെങ്കിൽ ഒരു 100 എന്ന് വയ്ക്കുക. അതിനുശേഷമുള്ളത് വളരെ കഠിനമായിട്ടുള്ള ക്ലേശങ്ങളായിരിക്കും ഈ ഭൂമിയിൽ. അത് കഴിഞ്ഞ് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ പിന്നീട് നമുക്കൊരു ജന്മമില്ല. നമുക്കൊരു പട്ടിയായിട്ടോ ഒരു പൂച്ചയായിട്ടോ ഒന്നും തിരിച്ചു വരാൻ പറ്റത്തില്ല. നമ്മൾ ജീവിക്കാൻ പോകുന്നത് ഒന്നുകിൽ സ്വർഗത്തിലാണ്, അല്ലെങ്കിൽ നരകത്തിലാണ്. ഈ രണ്ടിലെവിടെ ജീവിക്കണം എന്നുള്ളത് ഈ ഭൂമിയിൽ കൊണ്ട് നമ്മൾ തീരുമാനമെടുക്കണം. നമ്മളെവിടെ ജീവിക്കണം, അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കണം. അതുകൊണ്ട് ഈ ഭൂമിയിൽ ഉള്ള എല്ലാത്തിനേക്കാളും വിലയേറിയ ഒന്നാണ് ഒരു മനുഷ്യൻ്റെ ആത്മാവ്. സകല കാര്യങ്ങളും നേടാം, വലിയ വലിയ പൊസിഷൻസ്, വലിയ വലിയ സാലറികളും, വലിയ വലിയ വീടുകളും, വലിയ വലിയ കാറുകളും ഒക്കെ വാങ്ങാം. പക്ഷേ അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ ഒരു പ്രയോജനമില്ല. ഈ നേടിയതൊക്കെ വ്യർത്ഥം എന്ന് വചനം പഠിപ്പിക്കുന്നു. എബ്രായർ 13:14 പറയുന്നു, നമുക്കിവിടെ സ്ഥിരമായ നിലനിൽക്കുന്ന ഒരു നഗരമില്ല, വരുവാനുള്ളതിനെ അത്രയും നമ്മൾ അന്വേഷിക്കുന്നത്. നമ്മൾ അന്വേഷിക്കുന്ന ആ വരാനുള്ള ലോകത്തെക്കുറിച്ചാണ്. വരാനുള്ള നഗരമാണ്, ആ പുതിയ യെരുശലേം എന്ന് പറയുന്ന നഗരമാണ്. അത് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വരും. യുദ്ധങ്ങൾ വരുമ്പോൾ, ലോകത്തിൽ പല സംഭവ വികാസങ്ങൾ നടക്കുമ്പോൾ ദൈവമക്കൾ ഓർത്തുകൊള്ളണം, നിത്യതയെ ഉറപ്പിച്ചു കൊള്ളണം. ഓരോ ദിവസവും നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ടുന്നൊരു കാര്യമാണ്, ഇന്ന് ഞാൻ മരിച്ചാൽ ഞാൻ നിത്യതയിൽ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുമോ, അതോ ഞാൻ നരകത്തിലേക്ക് പോകുമോ? അപ്പോൾ എൻ്റെ സ്വർഗരാജ്യം ഉറപ്പിക്കുവാനായി ഞാൻ ഇന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ നമ്മൾ അന്നത്തെ മുഴുവൻ ജീവിതം നമ്മളൊന്ന് റീവൈൻഡ് ചെയ്യണം. ഒന്ന് ഓടിച്ചു നോക്കുമ്പോൾ എവിടെയൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യപ്പെടുത്തി തരും. അതിനെ അപ്പോൾ തന്നെ ഏറ്റുപറയുക, ദൈവമേ, എൻ്റെ ജീവിതത്തിലെ തെറ്റുകൾ വന്നുപോയി, എന്നോട് ക്ഷമിക്കണമേ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടുന്നത് ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മൾ ജീവിക്കുക, ദൈവം പറയുന്നത് അനുസരിക്കുക. ദൈവത്തിൻ്റെ മക്കൾക്കായിട്ട് ദൈവം തരുന്നൊരു സമ്മാനമാണ് ഈ സ്വർഗരാജ്യം അല്ലെങ്കിൽ ആ നിത്യത എന്ന് പറയുന്നത്. അത് പ്രാപിക്കുവാൻ തക്കവണ്ണം ജീവിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.